ഈ ഇരിക്കുന്നതേ ചാക്കും കെട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കാലിത്തീറ്റൊന്നുമല്ല കേട്ടോ. ഈ സാധനം ചാണകം ഉണക്കി പിടിച്ചിരിക്കുന്നതാണേ. ഇതൊക്കെ ഈ വരുന്ന മാസങ്ങളിൽ നമ്മുടെ അടുത്ത ജില്ലകളിലേക്കൊക്കെ കാർഷികാവശ്യത്തിന് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ ഡിവാട്ടറിംഗ് മെഷീൻ കണ്ടോ? ഈ ഡിവാട്ടറിംഗ് മെഷീനിൽ ഉണക്കി വെച്ചിരിക്കുന്ന ചാണകമാണ് കേട്ടോ. ഈ ഫാമിലെ 3 ഷെഡുകളിൽ നിന്നുള്ള ചാണകവും ഒരേ കുഴിയിലേക്ക് എത്തും. പൈപ്പ് ലൈൻ കണ്ടില്ലേ? വലിയ പൈപ്പ് ഇട്ട് വെച്ചിരിക്കുക. അപ്പം എല്ലായിടത്തും കഴുകുന്നതും അതുപോലെയുള്ള ചാണകവും ഈ കുഴിയിൽ വന്ന് ഇവിടുന്നാണിത് പ്രോസസ്സ് ചെയ്യുന്നത്. ബാക്കി വരുന്ന വെള്ളം ഈ പുല്ലിനടിക്കും. പിന്നെ കുളിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വെള്ളം വരുന്നത് ഇവിടെ 2 ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടാങ്കിലേക്കാണ്. ഈ ടാങ്കിലെ വരുന്ന വെള്ളവും ബാക്കി വരുന്ന എല്ലാ വേസ്റ്റും പോകുന്ന ഈ 3.5 ഏക്കർ പുല്ലിന് കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ പുല്ല് ഇവിടെ ഉണ്ട്. പുല്ലിന് ക്ഷാമമില്ല. നല്ല ന്യൂട്രീഷ്യസ് ആയ പുല്ലാണ് ഇവിടുത്തെ പശുക്കൾ കഴിക്കുന്നത്. അതാണ് ഇവിടുത്തെ പശുക്കളുടെ ആരോഗ്യം. കൃഷി കണ്ടില്ലേ? ഈ ഇത്ര വിശാലമായ ഏരിയയിലാണ് പുൽകൃഷി ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു മൈനസ് പറയാം കേട്ടോ. ഇവിടുത്തെ മൈനസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കയറി മഴക്കാലത്ത് വെള്ളത്തിലായിരിക്കും ഈ പുല്ലുണ്ടാവുക. സൂപ്പർ നേപ്പിയറിന്റെ പ്രത്യേകത വെച്ച് സൂപ്പർ നേപ്പിയറിന് എത്ര വെള്ളക്കെട്ടായാലും സൂപ്പർ നേപ്പിയർ പുല്ല് പോവില്ല എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇവർക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മഴക്കാലത്ത് പുല്ല് വെട്ടില്ല, പകരം അത് വെട്ടാതെ സൂക്ഷിച്ച് വെക്കുന്നതിനാൽ ഈ ഇത്രത്തോളം ഏരിയ 2 ഏക്കറോളം വരുന്ന പുല്ല് മഴക്കാലത്ത് വെട്ടുകയില്ല. അതേസമയം വേനൽക്കാലത്ത് പുല്ലിൻ്റെ ലഭ്യത കൂടുതലുമാണ്. കാരണം ചെറിയ ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പുല്ല് ധാരാളമായിട്ട് വളർന്നു വരുന്നുണ്ട്. അത് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പുല്ല് സ്ലറിയൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പാലിന് ക്വാളിറ്റി കൂടുതലാണ്. നവ ഡയറി പ്രോഡക്ട്സിൻ്റെ ആധാരം എന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ ഈ പുല്ല് ആണ് എന്ന് പറയാതെ ഇരിക്കാൻ വയ്യ. ആരോഗ്യമുള്ള പുല്ലാണ് ആരോഗ്യമുള്ള പശുക്കളുടെ അടിസ്ഥാനം. പശുക്കൾ മാത്രമല്ല, നല്ല പാല് കിട്ടണമെങ്കിലും നല്ല പുല്ല് കൊടുക്കണം. പുല്ലിലെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഘടകമാണ്. പുല്ലില്ലാതെ ഒരു പശുകൃഷി വിജയിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ ഇവിടുത്തെ ചാണകവും നല്ല വളങ്ങളൊക്കെ ചേർത്ത് ഇവർ നല്ല രീതിയിൽ ഒരു 7 ഏക്കറോളം പുല്ല് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ പുല്ല് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ചെറുത് വളരുമ്പം അടുത്ത സൈഡിൽ കട്ട് ചെയ്യാനായ പുല്ലും ഒക്കെ വളർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടില്ലേ? നല്ല തഴുത്ത് നിൽക്കുന്ന നല്ല കറുപ്പ് പച്ച ഡാർക്ക് പച്ച കളറിലാണുള്ളത്. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പുല്ലിൻ്റെ ലക്ഷണമാണത്. കണ്ടില്ലേ? ഇത്രമാത്രം പുല്ല് വളർത്തുന്നതാണ് ഇവരുടെ സക്സസ്. പശുക്കളെ 2 തവണ കുളിപ്പിക്കും കേട്ടോ. വൃത്തിയൊക്കെയുള്ള പശുക്കളാണ്. പ്രഷർ വാഷർ കൊണ്ട് ഉപയോഗിച്ചാണ് കുളിപ്പിക്കുന്നത്. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. ചൂടാണ്. അപ്പോൾ പശുക്കൾക്ക് ഒരു ആശ്വാസം കൂടിയാണ് കുളിപ്പിക്കൽ. പുല്ല് കട്ട് ചെയ്യാനായിട്ട് ചോളം വന്നാലും പുല്ലാണെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചാക്ക് കട്ടറുണ്ട്. കറണ്ട് പോയാൽ അത് മാനേജ് ചെയ്യാനായിട്ട് നല്ല ജനറേറ്റർ സംവിധാനങ്ങളുണ്ട്. പിന്നെ പ്രഷർ വാഷർ ഗണ്ണുണ്ട്. ഇത്രയും സൗകര്യങ്ങളൊക്കെ തന്നെ ഈ ഇവിടുത്തെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഇവിടെ 8ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷമായിട്ട് 8 പേർക്കും പരോക്ഷമായിട്ട് 7 പേർക്കും തൊഴിൽ കൊടുക്കുന്നൊരു സംരംഭമാണിത്. ഇപ്പോൾ ഇവർ ഇതിൻ്റെ അടുത്ത ഘട്ടം ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കുക, പാലും പാലുൽപ്പന്നങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ പ്ലാന്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വർക്ക് തീർന്ന് ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങുന്നതാണ്. കാണുന്നുണ്ടോ? ഈ ഏരിയ എന്താണെന്നറിയുമോ? ഇവർ 2015 ഫാമിംഗ് തുടങ്ങിയ സമയത്ത് ലൂസ് ഫാമിംഗ് ആയിരുന്നു. ലൂസ് ഫാമിംഗ് 2018 പ്രളയത്തോടുകൂടി പരാജയപ്പെട്ടു. കാരണം പുഴയുടെ സൈഡിലാണ്. ഇവിടുത്തെ വയനാടിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത വെച്ച് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് കഴിഞ്ഞ് പശുക്കൾക്ക് നിൽക്കാൻ പ്രയാസമായതിനാൽ ഇത് അന്ന് ഒഴിവാക്കി ഇവർക്ക് കെട്ടിയിട്ട് പശുവിനെ വളർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഇങ്ങനെയുള്ള ലൂസ് ഫാമിങ്ങിലേക്ക് വരുന്നവർ അവരുടെ ഭൂപ്രകൃതിയെ കൂടെ ഒന്ന് പഠിച്ച ശേഷം മാത്രം ലൂസ് ഫാമിംഗ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ പൈസ ഒരുപാട് നഷ്ടപ്പെടും എന്നുള്ളതൊരു റിമൈൻഡർ കൂടി തരികയാണ് കേട്ടോ. ഇതാണ് കേട്ടോ അവരുടെ അടുത്ത സംരംഭം എന്ന് ഞാൻ പറഞ്ഞു വെച്ച കാര്യം. നവ ഡയറി പ്രോഡക്ട്സ് എന്ന പേരിൽ വരും ദിവസങ്ങളിൽ പ്രൊഡക്ഷൻ തുടങ്ങാനിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇതിന്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറാത്തത്. വരും ദിവസങ്ങളിൽ അത് പൂർത്തീകരിക്കും. ഇതിനോടനുബന്ധിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞതനുസരിച്ചുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അടക്കം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ.
ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം മതി ഈ ഒരു പ്ലാന്റ് പാലും പാലുൽപ്പന്നങ്ങളുമായിട്ട് മുന്നോട്ട് വരാനായിട്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. പാലിനോ വിലയില്ല. അപ്പോൾ പാലുൽപ്പന്നങ്ങളിൽ കൂടെ ഒരാളെങ്കിൽ ഒരാൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും. അപ്പോൾ വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുന്ന നവ ഡയറി പ്രോഡക്ട്സ് വയനാട്, കോഴിക്കോട് ജില്ലകളിലേക്കായിരിക്കും ഇത് സപ്ലൈയിൽ വരിക. സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിച്ച പാലിൽ നിന്നാണ് ഈ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും നല്ല സാഹചര്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന പാല് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അത് നല്ല പാക്കിങ്ങോടുകൂടി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ എന്തായാലും ഇവർ ശ്രമിക്കും. നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മൾ കൂടെ ഉണ്ടാവും. ഞാനുണ്ടാവും. എന്തായാലും നിങ്ങളും ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.